أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1237 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂൻ്റെ പഠനത്തെ തുടർന്നുള്ള 3-ാം ദിവസ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 5, 6, 7 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യമാണ് ഇന്ന് നമ്മൾ പരിഗണനക്ക് വിധേയമാക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഈ ആയത്ത് കൂടുതൽ അതിന്റെ എല്ലാ തലത്തിലും ഒന്നുകൂടെ വിശദീകരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 10-11 ആയത്തുകൾ സത്യവിശ്വാസികളുടെ സവിശേഷതകളെ വരച്ചു കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മൗൾഡ് ചെയ്തെടുത്ത ആ സമൂഹം മക്കയിൽ തന്നെ ഹിജ്റക്ക് മുമ്പ് തന്നെ അവര് സ്വഭാവപരമായ വളരെ ഉന്നത നിലവാരമുള്ള സവിശേഷതകൾ ആർജിക്കുന്ന വിധത്തിലാണ് അവർക്ക് തസ്കിയത്തും തർബിയത്തും ഒക്കെ നൽകപ്പെടുകയുണ്ടായത്. അവര് വളരെ നിസ്തുലരായ മനുഷ്യ സമൂഹത്തിലെ ഒരു പക്ഷെ ഏറ്റവും ഉയർന്ന, ഏറ്റവും പ്രശംസനീയമായ സ്വഭാവ ഗുണങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞ, ചരിത്രത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു തലമുറയും ഒരു സമൂഹവും ഒക്കെ ആയിട്ടാണ് നമുക്കവരെ കാണാൻ സാധിക്കുക. അവരെ മൗൾഡ് ചെയ്യുന്നതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ ചെലുത്തിയത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വിധത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആ പ്രക്രിയക്ക് അടിസ്ഥാനമായി ഒക്കെ നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആന്റെ പിൻബലം ഇത്തരം ആയത്തുകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു. നമസ്കാരത്തില് ഭക്തിയും അതുപോലെ ശ്രദ്ധയുമുള്ളവരാണ് അവര്. ഭയഭക്തിയും അതുപോലെ മനസാന്നിധ്യവും ഒക്കെ കാണിച്ചുകൊണ്ട് നമസ്കാരത്തില് വളരെ ശ്രദ്ധയോടുകൂടി അത് നിർവഹിക്കുന്ന, ഏകാഗ്രതയോടുകൂടി അത് നിർവഹിക്കുന്ന ആളുകളാണ്. അവര് വ്യർത്ഥമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് മാറിപ്പോകുന്നവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ.
സമ്പത്തിന്റെ ശുദ്ധീകരണം ശരീരത്തിന്റെയും സ്വഭാവത്തിന്റെയും ഒക്കെ ശുദ്ധീകരണം പോലെ തന്നെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ, വിജയം വരിച്ച സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യരുടെ ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് പരിഗണിക്കുന്ന വിഷയം. ലോകത്ത് വ്യത്യസ്തങ്ങളായ രീതികളാണ് മനുഷ്യർക്കിടയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാര്യത്തിലും മനുഷ്യന്റെ ലൈംഗിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പിന്തുടരപ്പെടുന്നത്. വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായ രീതികൾ നിലനിൽക്കുന്നുണ്ട്. ചിലത് ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, വേറെ ചിലത് അങ്ങനെയുള്ള ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനമൊന്നുമില്ലാത്ത മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്തകളുടെയോ ആലോചനയുടെയോ പ്രേരണകളുടെയോ ഒക്കെ പിൻബലത്തിലുള്ളതാണ്. ഈ നിലപാടുകള് ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സ്വഭാവ ഗുണങ്ങൾ നിർണയിക്കുന്നതിൽ തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീ പുരുഷ ബന്ധം മനുഷ്യ സമൂഹത്തിന്റെ ഒരു അൻസാബിന്റെ നിലനിൽപ്പിന് തന്നെ, അവരുടെ വംശപരമ്പരയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ് എന്നത് എല്ലാവർക്കും അറിയാം. പുരുഷന് സ്ത്രീയെ അവന്റെ ലൈംഗിക ചോദനകൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമാണ്, സ്ത്രീക്ക് പുരുഷനെയും ആവശ്യമാണ്. പരസ്പരം അവർക്കിടയിൽ ആകർഷണവും അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു ക്രമീകരണവും നിയമവും വ്യവസ്ഥയും ഒന്നും വേണ്ട, നമുക്ക് തോന്നിയ പോലെ ആകാം എന്ന് സങ്കല്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീയുടെ സ്ഥാനം എന്ത്, പുരുഷന്റെ സ്ഥാനം എന്ത്, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട മര്യാദകളും അതുപോലെ നിബന്ധനകളും ഒക്കെ എന്തൊക്കെയാണ് എന്നതൊന്നും പ്രത്യേകിച്ച് നിർവചിക്കപ്പെടേണ്ടതില്ല. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ സന്ദർഭത്തിൽ തോന്നുന്ന പോലെ ആയാൽ മതി എന്ന ഒരു കാഴ്ചപ്പാട് പരക്കെ പ്രചാരം നേടിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശേഷിച്ച് ഇസ്ലാമേതര സമൂഹങ്ങളില്, പാശ്ചാത്യൻ സ്വാധീനം വളരെ കൂടുതലായിട്ടുള്ള നാടുകളില് ഇത് വലിയ കുത്തഴിച്ചിലും അരാജകത്വം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് മാത്രമല്ല, അതിന്റെ വലിയ ദുരന്തം ലോകത്ത് വിശേഷിച്ച് സ്ത്രീകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അനാഥത്വം പേറുന്ന ബാല്യങ്ങള്, കുട്ടികൾ സംരക്ഷകരായിട്ട് വാപ്പയും ഉമ്മയും ഇല്ലാത്ത വിധത്തിൽ വളരേണ്ടി വരുന്നത്, സ്ത്രീകള് അവരുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 1-2 ദശകങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത, വ്യക്തികൾക്ക് ആവശ്യമില്ലാത്ത ചപ്പുചവറുകളെ പോലെ വലിച്ചെറിയപ്പെടുന്ന, അല്ലെങ്കിൽ യാതൊരു ആദരണീയതയും ലഭിക്കാത്ത വിധത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയൊക്കെ പല സമൂഹങ്ങളിലും ഉണ്ട്. ആണും പെണ്ണും ഒരുപോലെയാണ്, തുല്യരാണ്, സമന്മാരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു കാര്യത്തിലും ഒരു വ്യവസ്ഥയും പ്രത്യേകിച്ച് വ്യത്യസ്തത കാണിക്കുന്ന വിധത്തിൽ വേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നതിന്റെ ദുരന്തവും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പുരുഷന് ശാരീരികമായ കരുത്ത്, പെണ്ണിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്, പെണ്ണിനെ ഫിസിക്കലായിട്ട് തന്നെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് ഒക്കെ കൂടുതലുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഉറക്കെ കരയാനും ശബ്ദം വളരെ ദൂരെ ഉള്ള ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ പുരുഷനേക്കാളുള്ള കഴിവ് കൂടുതലുള്ളതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പ്രകൃതിപരമായിട്ട് തന്നെയുള്ള പ്രത്യേകതകളാണ്. ഇതൊക്കെ ഇരിക്കെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകേണ്ടത് ഒരു സാംസ്കാരികമായി ഭദ്രതയുള്ള, ധാർമ്മികതയും നീതിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹം
ഉണ്ടായി വരണമെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിന് അത്തരം അടിസ്ഥാന തത്വങ്ങളും പ്രിൻസിപ്പിൾസും ഒക്കെ വളരെ അനിവാര്യമാണ് എന്നത് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ സൂപ്പർഫിഷ്യലായ തലത്തിൽ നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. ഏതിപ്പോ പെൺമക്കളുള്ള ഒരു കുടുംബത്തില് വാപ്പ ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവർ എത്ര സുരക്ഷിതത്വ ബോധം അനുഭവിക്കുന്നുണ്ട് എന്നത് നമ്മൾ അത്തരം കുടുംബങ്ങളെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. അപ്രതീക്ഷിതമായി വാപ്പ മരിച്ചു പോവുകയും പെൺമക്കൾ ഉൾപ്പെടെയുള്ള ധാരാളം പെൺമക്കളുള്ള കുടുംബം അനാഥത്വത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരുതരം അവസ്ഥ, അരക്ഷിതാവസ്ഥ എത്ര തീക്ഷ്ണമാണ്, എത്ര ഭീകരമാണ് എന്നത് അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകളുമായിട്ട് സംസാരിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. എത്രയോ ആളുകൾ അത്തരം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരുടെ ആത്മകഥാപരമായ കുറിപ്പുകൾ എഴുതിയതൊക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അപ്പോ പുരുഷന് കുടുംബത്തിലും സമൂഹത്തിലും വളരെ സുപ്രധാനമായ ഒരു പങ്കുണ്ട്. അതില് വലിയൊരളവോളം സ്ത്രീയുടെ സംരക്ഷണത്തിനും സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്നതിനൊക്കെ ആയിട്ടാണ് അത് വേണ്ടി വരുന്നത്. ഒരു പക്ഷേ വരുമാനം നേടാനും ദൈനംദിന ആവശ്യങ്ങള് നിർവഹിക്കാൻ ആവശ്യമായ പണം കണ്ടെത്താനും ഒക്കെ സ്ത്രീകൾക്ക് പുരുഷനെ പോലെയോ അല്ലെങ്കിൽ പുരുഷനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ ഒക്കെ സാധിച്ചെന്ന് വരും. എന്നാൽ ഫിസിക്കലായ കരുത്ത്, ശാരീരികമായ കരുത്ത് വേണ്ടിടത്ത് ചില പ്രതിരോധങ്ങൾ തീർക്കാൻ സാന്നിധ്യമായിട്ട് ഉണ്ടാവേണ്ടിടത്ത് അത്തരം സാമ്പത്തികമായ ശക്തിയോ കഴിവോ പ്രയോജനം ചെയ്തോളണമെന്നില്ല. ഒരു പുരുഷന്റെ സാന്നിധ്യം മാത്രം മതി ചിലപ്പോ ഒരു കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ സമീപകാലത്ത് ഒരു 3-4 മക്കളുള്ള ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. അതിനെ തുടർന്ന് ചെറിയ മക്കളാണ്, ചെറിയ ശൈശവത്തിലുള്ള കുട്ടികൾ. അവളെ ഒരാള് കല്യാണം കഴിക്കാൻ സന്നദ്ധനായപ്പോ അവള് തുടക്കത്തിൽ അത് അംഗീകരിച്ചിരുന്നില്ല എങ്കിലും പിന്നീട് അത് താല്പര്യപൂർവം സമ്മതിച്ച് അതിന് സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു സംഭവം അറിയാൻ കഴിഞ്ഞപ്പോൾ അവരതിനൊരു കാരണം പങ്കുവച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു. അവർ പറഞ്ഞത്, അങ്ങനെ ഒരാള് എന്റെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന വിധത്തിൽ ഒരാള്, അയാൾക്ക് വേറെ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ട്, എങ്കിൽ പോലും അങ്ങനെ ഒരാള് ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ ഒക്കെ ആണെങ്കിൽ പോലും എന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ മക്കളുടെ കാര്യം ഒക്കെ നോക്കുന്ന വിധത്തിൽ ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകുക എന്നത് തന്നെ എനിക്ക് വലിയ സുരക്ഷിതത്വം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ചില സൂചനകളും ചില പരിസരത്തു നിന്ന് ഉണ്ടാവുന്ന ചില അനുഭവങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ വളരെ വൾണറബിൾ ആയ ഒരു അവസ്ഥയിലാണുള്ളത്. അവളുടെ അടുത്ത ബന്ധുക്കള്, ഭർത്താവിന്റെ തന്നെ വളരെ അടുത്ത ആളുകളൊക്കെ തന്നെ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ മുതിരുന്ന, അതിന് അവസരം പാർത്ത് കഴിയുന്ന ഒക്കെയുള്ള അനുഭവങ്ങൾ, അതിന്റെ സൂചനകളൊക്കെ ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് വലിയ പ്രേരണയായിട്ടുണ്ടായത്. ഒരു രക്ഷാകവചം എന്നുള്ള നിലക്ക് അത് ആവശ്യമാണ് എന്നൊരു തിരിച്ചറിവാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 4 മക്കളൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം എന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ ആ മക്കളോട് ഒരുമിച്ച് സന്തോഷത്തില് അവരെയും കെയർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മാനസികമായ സംതൃപ്തി ഒരു പക്ഷേ മറ്റൊരു ബന്ധം കൂടി ഉണ്ടാകുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ
സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് വളരെ കടുപ്പുള്ളതാണ്. അങ്ങനെ ഒരു സാന്നിധ്യം, അരക്ഷിതത്വം ഉള്ള അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഉള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സ്ത്രീയാണ് എന്നത്, അങ്ങനെ ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ട് എന്നത് മനസ്സിലാക്കി വെക്കുന്ന പലരും ഉണ്ടാവും. പല വിധത്തിലുള്ള ദ്രോഹം ഉദ്ദേശിച്ചുകൊണ്ടും അവരെ സമീപിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാവുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് സ്ത്രീയുടെ അരക്ഷിതാവസ്ഥ എത്രത്തോളം കടുപ്പമുള്ളതാണ് എന്നത് പലപ്പോഴും ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹുവിന്റെ നിയമനിർമ്മാണം എത്രത്തോളം സമഗ്രമാണ്, എല്ലാ വിഷയങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാണ്, അത് എത്രത്തോളം മനുഷ്യ സമൂഹത്തില് ധാർമ്മികതയും സദാചാരവും ഒക്കെ നിലനിൽക്കാൻ ഉപകരിക്കുന്നതാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളാണ് ഇങ്ങനെ പലതും എന്നത് ഈ ആയത്തുകളുടെ ചില പരാമർശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കേൾപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട ആയത്തില് വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ഗുഹ്യാവയവങ്ങളുടെ കാര്യത്തില്, അവരുടെ ലൈംഗികാവയവങ്ങളുടെ കാര്യത്തില് വളരെ കരുതലുള്ളവരാണ് എന്നാണ്, സൂക്ഷ്മത കാണിക്കുന്നവരാണ് എന്നാണ് ഈ ആയത്ത് പറയുന്നത്. എന്നാൽ അത് ഇല്ലാ അല അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും, അവരുടെ ഇണകളുടെ കാര്യത്തിലും ഭാര്യമാരുടെ കാര്യത്തിലോ അവരുടെ വലത് കൈ ഉടമപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ കാര്യത്തിലോ അല്ല, അവരുടെ കാര്യത്തിലല്ലാതെ. അപ്പൊ ഈ കരുതല്, ശ്രദ്ധ എന്ന് പറയുന്നത് ലൈംഗികാവയവങ്ങളെ അള്ളാഹു നിർദ്ദേശിച്ച വിധത്തിൽ മാത്രം പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. പത്നിമാരുടെ കാര്യത്തില് അങ്ങനെയൊരു നിയന്ത്രണം ആവശ്യമില്ല. അവരുമായി ഇണചേരുന്നതിന് ഇസ്ലാമിൽ യാതൊരു തടസ്സവും വെക്കുന്നില്ല. പ്രകൃതിപരമായ ചില സാഹചര്യങ്ങളിൽ അത് പാടില്ല എന്നുള്ള വിലക്കുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ അത്തരം നിയന്ത്രണങ്ങളില്ല വേറെ. നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള വിലക്കുകൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതേപോലെ തന്നെ അതേ സ്റ്റേറ്റസിൽ ഖുർആൻ പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ഔമാ മലക്കത്ത് അയ്മാനുഹും എന്നത്. അവരുടെ വലത് കൈ ഉടമപ്പെടുത്തിയവരുടെ കാര്യത്തിലും അവർ ആക്ഷേപാർഹരല്ല എന്ന് ഇവിടെയും അതുപോലെ വേറെ പല സന്ദർഭങ്ങളിലും ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഔമ മലക്കത്ത് അയ്മാനുഹും ഫൈന്നഹും ഗൈറു മലൂമീൻ, അവരുടെ ഭാര്യമാരുടെ ഇണകളുടെ കാര്യത്തിലും അവരുടെ വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലും അവര് ആക്ഷേപാർഹരല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരേ പ്രയോഗമാണ് രണ്ടിനും ഉപയോഗിച്ചിട്ടുള്ളത്. ഭാര്യമാരുടെ കാര്യത്തിലും വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് വിവാഹം. ഇതേപോലെയുള്ള ഒരു വ്യവസ്ഥയാണ് ഈ വലത് കൈ ഉടമപ്പെടുത്തിയ കാര്യം. 14 സന്ദർഭങ്ങളിൽ ഖുർആൻ ഈ മാമലക്കത്ത് എന്ന പ്രയോഗം നടത്തിയത് കാണാൻ കഴിയും. അതിൽ ഒരു സന്ദർഭം സാമ്പത്തികമായ കാര്യങ്ങൾ പറയുന്ന ഒരു സംഗതി പറയുന്ന ഒരു ആയത്താണ്. ഇത് ഒഴിച്ചു നിർത്തിയാൽ 13 ആയത്തുകളിൽ ഈ വിഷയം ഖുർആൻ വിവാഹത്തോട് അല്ലെങ്കിൽ നമ്മൾ വിവാഹം ചെയ്ത ഇണകളോട് ചേർത്ത് പറയുന്നുണ്ട്. 13 സന്ദർഭങ്ങളിൽ ഖുർആനിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മാമലക്കത്ത് എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. 13 സന്ദർഭങ്ങളിൽ വിവാഹം പോലെ തന്നെ ഉള്ള ഒരു ബന്ധമായിട്ട് വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീയുടെ കാര്യം പരാമർശിച്ചുകൊണ്ട്
ഖുർആൻ പറയുന്നത്. അത് ഖുർആൻ വെച്ച അല്ലെങ്കിൽ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. വിവാഹം ഏത് വിധത്തിൽ പാവനമാണോ അതേപോലെയുള്ള പാവനതയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഈ വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളുടെ കാര്യം എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ആരുടെ ഉടമസ്ഥതയിലാണോ അങ്ങനെ ഒരാളുള്ളത് അയാൾക്കാണ് ആ സ്ത്രീയെ ഭാര്യയെ പോലെ അവരുമായി ബന്ധപ്പെടാനുള്ള അനുമതിയുള്ളത്. അയാൾക്കത് താല്പര്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ അയാളുമായി അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് അവള് തൽപരയല്ല എങ്കിൽ, അയാൾക്ക് അയാളുടെ ഉടമസ്ഥതയിലുള്ള ആ സ്ത്രീയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. വലിയ എന്നുള്ള നിലക്ക് അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. യുദ്ധത്തിലും മറ്റും പിടിക്കപ്പെടുന്ന തടവുകാരാണ് ഇങ്ങനെ വലത് കൈ ഉടമപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരാറുള്ളത്. ചരിത്രപരമായിട്ട് എല്ലാ ഘട്ടങ്ങളിലും ഇത്തരം സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിലുള്ള ഖുർആന്റെ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം അത് അവസാനിപ്പിച്ചു എന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശവും പിന്നീട് ഖുർആനിൽ അവതരിച്ചിട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിലും വന്നിട്ടില്ല. ഈ നിയമം നിലനിൽക്കുന്നത് തന്നെയാണ്. ഇനിയും ചരിത്രത്തില് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി വരികയാണെങ്കിൽ, വരും കാലങ്ങളിൽ ഉണ്ടായി വരികയാണെങ്കിൽ ഇത്തരം സംഗതികൾ ഉണ്ടാവുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആധുനിക കാലഘട്ടത്തില് യുദ്ധ തടവുകാരുടെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ പാലിക്കപ്പെടുന്നു. അത് ലോക സംഘടനകള് അതിന് വ്യവസ്ഥയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് അതാണ് നിലവിൽ പാലിക്കപ്പെടുന്ന വ്യവസ്ഥ. അതിനെ ആരും വെല്ലുവിളിക്കുന്നൊന്നുമില്ല. അതേ സമയത്ത് അത് ഗുണകാംക്ഷപരമായതാണോ, ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ അവരോട് ഗുണകാംക്ഷ കാണിക്കുന്ന വിധത്തിലുള്ളതാണോ ആ നിയമങ്ങൾ എന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോ അമേരിക്ക ഗുവാന്റനാമോയില് സ്ഥാപിച്ച തടവറ 10ഉം 20ഉം വർഷങ്ങളാണ് അവിടെ ബന്ദികളായിട്ട്, യുദ്ധ തടവുകാരായിട്ട് പിടിക്കപ്പെട്ട ആളുകള് വളരെ നിഷ്കരുണം, മനുഷ്യത്വരഹിതമായ വിധത്തിലുള്ള അവസ്ഥയിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നിട്ടുള്ളത്. പല യുദ്ധങ്ങളുടെയും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള നിലക്ക് അതിന്റെ ബാക്കി പത്രമായിട്ട് ഇത്തരം പിടിക്കപ്പെട്ട തടവുകാരായിട്ട് വന്നിട്ടുള്ള ആളുകളെ ദീർഘമായ വർഷങ്ങൾ ജയിലിലിടുന്ന ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് വിചാരണയോ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കലോ ഒന്നുമില്ലാതെ ദീർഘ വർഷങ്ങൾ തടവിലിടുന്ന ഒരു സംവിധാനമാണ് ലോകത്ത് വലിയ പരിഷ്കാരം എന്നുള്ള നിലക്ക് ഇന്ന് പിന്തുടരപ്പെടുന്നത് എന്നത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. ആധുനികതയുടെ വലിയ ഒരു അച്ചീവ്മെന്റ് എന്നുള്ള നിലക്ക് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി ഇതാണ്. ഇവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ ഒന്നും പരിഗണിക്കുന്നതല്ല ഈ പ്രിസണേഴ്സ് ഓഫ് വാറിനെ തടവിലിട്ടുകൊണ്ട് പലപ്പോഴും ദശകങ്ങൾ തന്നെ പിന്നിടുന്ന ഒരവസ്ഥ സംജാതമാക്കുന്ന ഈ ആധുനിക സംവിധാനങ്ങൾ. ഇസ്ലാമിൽ അതിന് പിന്തുടർന്ന് വന്നിട്ടുള്ള സംവിധാനം യുദ്ധ തടവുകാരെ ഒന്നാമതായിട്ട് ചെയ്യുന്നത് ശത്രുക്കളുടെ കൈകളിൽ അകപ്പെട്ടിട്ടുള്ള മുസ്ലിം പടയാളികൾക്ക് പകരമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് ഒന്നാമതായി ചെയ്യുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞ് ശേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം താൽക്കാലികമായിട്ട് തടവറകളൊക്കെ തൽക്കാലം വിനിയോഗിക്കപ്പെടാമെങ്കിലും ഇസ്ലാമിക ഭരണകൂടം അവരുടെ സംരക്ഷണം സമൂഹത്തിലെ ഏറ്റവും ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളെ ഏൽപ്പിക്കുക എന്നതാണ്. അങ്ങനെ അവരുടെ ഉടമസ്ഥതയിൽ ഏൽപ്പിക്കപ്പെടുന്നവരാണ് ഈ മാമലക്കത്ത് ഐമാനുഹും
എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ത്രീയാണ് ഒരു യോഗ്യതയുള്ള ഒരാളെ, അയാളുടെ തടിമിടുക്കൊന്നുമല്ല അതിന്റെ മാനദണ്ഡം, അയാളുടെ ആളുകളെ അടിച്ചിരുത്താനും ഒതുക്കി നിർത്താനും ഒക്കെ ഉള്ള കഴിവും കാര്യമൊന്നുമല്ല. ഇസ്ലാം ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകൾക്ക്. ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തു നിന്നാണ് ഇങ്ങനെ തടവുകാരായി പിടിക്കപ്പെടുന്നതെങ്കിൽ അവർക്ക് ഹക്കായ ദർശനം എന്താണ് എന്നത് മനസ്സിലാക്കാനും വളരെ സമുന്നതമായ ഇസ്ലാമിക സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകൾ കണ്ട് പഠിക്കാനും ഒക്കെയായിട്ട് ഒരു അവസരം എന്നുള്ള നിലക്കാണ് ഏറ്റവും യോഗ്യരായ നല്ല ആളുകളെ, ഇസ്ലാമിന്റെ ജിഹാദിന് പുറപ്പെടുന്ന ആളുകൾ തന്നെ അത്തരം യോഗ്യതകളുള്ളവരാവണമല്ലോ. സമൂഹത്തിലെ ദുർനടപ്പുകാരും ദുഷിച്ച രീതികൾ സ്വീകരിക്കുന്നവരും താന്തോന്നികളൊന്നും അല്ല ജിഹാദിന് പോവുക. അള്ളാഹുവിന്റെ മാർഗത്തില് ഷഹാദത്ത് വരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന ആളുകളാണ്. അവരത്രയും ഉന്നതമായ ഗുണങ്ങൾ ആർജിച്ചവരായിരിക്കണം. അത്തരം ആളുകളെയാണ് ഈ ചുമതല ഏൽപ്പിക്കുക. ഈ ആളുകള് അവര് ഭക്ഷിക്കുന്ന പോലെയുള്ള ഭക്ഷണം, അവര് ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം, അവര് താമസിക്കുന്നതിന് ഉപയോഗിക്കുന്ന പോലെയുള്ള ഭവനങ്ങള്, ഈ വിധത്തില് സ്വന്തം ജീവിത നിലവാരത്തിന്റെ സ്റ്റേറ്റസില് ഈ വലത് കൈ ഉടമപ്പെടുത്തിയ ആളുകളെ സംരക്ഷിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. മാത്രവുമല്ല, സ്വന്തം വലത് കൈയുടെ ഉടമസ്ഥതയിൽ വന്നിട്ടുള്ള ആളുകളോട് ഹൈറ് ചെയ്യുന്നത്, അവർക്ക് പുണ്യം ചെയ്യുന്നത് ഏറ്റവും മൂല്യവത്തായ നന്മയായിട്ട് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത് പോലെ, അയൽവാസികൾക്കും അടുത്ത ബന്ധുക്കൾക്കും പുണ്യം ചെയ്യുന്നത് പോലെ പുണ്യം ചെയ്യുന്നത് ഏറ്റവും പ്രശംസനീയമായ ഒരു സംഗതിയായിട്ട് ഖുർആൻ എണ്ണിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് മാ മലക്കത്ത് ഐമാനുഹും എന്നതാണ്. അപ്പൊ ഈ ആളുകൾക്ക്, നമ്മളുടെ ഉടമസ്ഥതയിൽ വരുന്ന ഈ ആളുകൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ലഭിച്ചുകൊണ്ട് ഏറ്റവും ഉദാത്തമായ ജീവിത മാതൃകകൾ കണ്ടുകൊണ്ട് അവർ ഇസ്ലാമിന്റെ ഹക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു അവസരം അവർക്ക് നൽകുക എന്നതാണ് അതിലൂടെ ലക്ഷ്യം വെക്കപ്പെടുന്നതെന്ന് കാണാൻ കഴിയും. അത്തരം ആളുകളുടെ ലൈംഗിക ആവശ്യങ്ങൾ കൂടി അള്ളാഹു പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും തന്നെ അങ്ങനെ ആരുടെയെങ്കിലും ഉടമസ്ഥതയിൽ വന്നിട്ടുള്ള ആളെ ലൈംഗികതക്ക് നിർബന്ധിക്കുന്ന വിധത്തിലുള്ളതല്ല. അതൊരിക്കലും വിവാഹത്തിൽ പോലും റേപ്പ് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ കാര്യത്തിൽ വിശേഷിച്ചും അത് പറയേണ്ടതുമില്ല. ഇനി അതില് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അത് ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും അപമാനം പേറുന്ന വിധത്തിലുള്ള ഒരു ജന്മമല്ല അത്. സ്വതന്ത്രനായിട്ട് ഇയാളുടെ സ്വന്തം ബാക്കി അയാളുടെ ഭാര്യമാരിലുണ്ടായ മക്കളെ പോലെ തന്നെയുള്ള പദവിയും സ്ഥാനവും ഒക്കെ ഉള്ള വിധത്തിലാണ് ഈ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീയിൽ അയാൾക്ക് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആകെ ഉണ്ടായിരുന്ന വ്യത്യാസം, ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കൽ ഇസ്ലാമിന്റെ ഒരു വ്യവസ്ഥയാണ്. ഭാര്യമാർക്ക് അനന്തര സ്വത്തിൽ അവകാശം ഉണ്ടാവും, അനന്തരാവകാശം ഉണ്ടാവും. എന്നാൽ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീയുടെ കാര്യത്തില് ഈ രണ്ട് കാര്യങ്ങളില്ല. ഒന്ന്, അനന്തരാവകാശമില്ല. അതേപോലെ നീതി പാലിക്കുക എന്ന, ലൈംഗിക കാര്യങ്ങളിലുള്ള നീതി പാലിക്കുക എന്ന സംഗതി ഇസ്ലാം വ്യവസ്ഥയായിട്ട് അക്കാര്യത്തിൽ വെച്ചിട്ടില്ല. അത് പ്രായോഗികമായിട്ട് തന്നെ സാധ്യമല്ലാത്തൊരു സംഗതി ആയതുകൊണ്ടായിരിക്കണം അള്ളാഹു അങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ ഒരാളുടെ ഉടമസ്ഥതയിലിരിക്കെ അയാളുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുവെങ്കിൽ അത് അയാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത് മാത്രമേ അള്ളാഹ് ഹലാലാക്കിയിട്ടുള്ളൂ. അതേ സമയത്ത് അയാൾക്ക് മറ്റൊരു പുരുഷന് ഈ സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കാം, നിങ്ങൾക്ക് കുലീന സ്ത്രീകളെ
വിവാഹം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ഔമാ മലക്കത്ത് അയ്മാനുഹും, നിങ്ങൾക്ക് വലത് കൈ ഉടമപ്പെടുത്തപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പരിഗണിക്കാവുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളത് കണ്ടിട്ടുള്ളതാണ് സൂറത്തുൻ നിസായിൽ. അപ്പോ അങ്ങനെ ഒരു സ്ത്രീ തന്റെ യജമാനന്റെ അല്ലെങ്കിൽ താൻ ആരുടെ ഉടമസ്ഥതയിലാണോ ഉള്ളത് അയാളുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടി പിന്നെ അവള് ആ സ്റ്റേറ്റസിൽ നിന്ന് മാറുകയാണ്. അയാൾക്ക് അവളെ വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ പോലെ തന്നെ സ്വീകരിക്കേണ്ടി വരും തുടർന്ന് ആ റിലേഷൻഷിപ്പിൽ. ആ കുഞ്ഞ് സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. ഏത് വിവാഹ ബന്ധത്തിലും ഉണ്ടാകുന്ന കുഞ്ഞിനെ പോലെ തന്നെ എല്ലാ അവകാശങ്ങളും വാപ്പായിൽ നിന്ന് ലഭിക്കാൻ അർഹനായതാണ് ആ കുഞ്ഞ്. എന്ന് പറഞ്ഞാൽ ക്രമേണ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഈ സംവിധാനം തന്നെ ഇല്ലാണ്ടാക്കുന്ന കുറഞ്ഞ വർഷങ്ങൾക്കുള്ളില് ഈ ഔമാമലക്കത്ത് അയ്മാനുഹും എന്ന ഒരു സംഗതി തന്നെ ഇല്ലാതായി അവര് സമൂഹത്തിലെ അംഗങ്ങളായിട്ട് സംസ്കരിക്കപ്പെട്ട് സമൂഹത്തിന്റെ അംഗങ്ങളായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് അതിലൂടെ സംജാതമാവുന്നത്. അടിമ സ്റ്റേറ്റസിൽ ഉണ്ടായിരുന്ന ഒരു ആളാണെങ്കിൽ ഈ പ്രക്രിയയിലൂടെ അവർ അടിമയല്ലാതായി മാറുകയാണ്. യുദ്ധത്തടവുകാരായിട്ട് വന്നവരുടെ കാര്യത്തിലും സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് വിവാഹം പോലെ തന്നെ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഇതിന്റെ ഇനിയും ഒരുപാട് വിശദാംശങ്ങൾ മനസ്സിലാക്കപ്പെടേണ്ടതായിട്ട് ഉണ്ടാകാം. 14 സന്ദർഭങ്ങളിൽ 13 സന്ദർഭങ്ങളും ഇത് പരാമർശിക്കുന്നു എന്നത് അത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പല ആളുകളും ഇത് ഇസ്ലാം ഒരു സെക്സ് സ്ലേവറി നടപ്പിലാക്കുകയാണ് എന്ന വിധത്തിൽ അതിനെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അത് യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ടുള്ള ഒരു വെടിവെക്കലാണ് എന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം ഇതിന് പകരം ലോകത്ത് പിന്നിട്ട കാലങ്ങളിലും ഇപ്പോഴും പിന്തുടരപ്പെടുന്നത് വേറെ എന്താണ് എന്നത് പരിശോധിച്ചാലാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ നിർദ്ദേശങ്ങൾ എത്ര മനുഷ്യത്വപരമായതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5-10 പെണ്ണുങ്ങള് ഒരു യുദ്ധത്തിനെ തുടർന്ന് നമ്മുടെ നാട്ടില് അങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ തെണ്ടി നടക്കുന്ന വിധത്തിലായി എന്ന് വെക്കുക. ആരുടെയും സംരക്ഷണത്തിലല്ല, യുദ്ധത്തില് തടവുകാരായി പിടിക്കപ്പെട്ടവരാണ്. അവരെ അങ്ങ് കയറൂരി വിട്ടതാണ്. അല്ലെങ്കിൽ ജയിലിൽ അടച്ചാല് വേറൊരു ചിത്രം. ഇനി കയറൂരി വിട്ടതാണ് എന്നൊരവസ്ഥയാണെങ്കിൽ സംരക്ഷണത്തിന് ആളില്ല, അവരുടെ കാര്യത്തിൽ ഒരാൾക്ക് ഉത്തരവാദിത്വം ഇല്ല, അവര് പൊതു ഇടങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങുന്ന ഒരവസ്ഥയാണുള്ളതെങ്കിൽ സമൂഹത്തിന്റെ വലിയ വിധത്തിലുള്ള ദുഷിപ്പിക്കലിന് അത് കാരണമാവുകയില്ലേ എന്നൊന്ന് ആലോചിച്ചു. അവരുടെ സാന്നിധ്യം തന്നെ പലരെയും വഴിപഴപ്പിക്കാൻ കാരണമാകും. അവരെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുങ്ങി നടക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും. ഒരു വ്യവസ്ഥയും കാര്യവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും പാഞ്ഞു കയറി ചൂഷണം ചെയ്യാവുന്നവരാണ് എന്ന ഒരു അരക്ഷിതാവസ്ഥയിലാണ് അവരുണ്ടാകുക. അതിന്റെ ബാക്കി വിശദാംശങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ലെന്ന് നിങ്ങൾക്ക് ഭാവനയിൽ കാണാവുന്നതാണ് ആ കാര്യങ്ങൾ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെ ഇസ്ലാം ഒരു വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ പൂർണ്ണമായിട്ടും ഭാഗമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങൾ ഇനിയും വേറെ സൂറത്തുകളുടെ ഭാഗമായിട്ടൊക്കെ കടന്നു വരാൻ ഇടയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ ആകാവുന്നതാണ്. അല്ലെങ്കിൽ ചോദ്യോത്തര അവസരം ഇനിയും ഉണ്ടാകുമ്പോൾ അതും ആ ഘട്ടത്തിൽ ഇനിയും വല്ലതൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3-ാം ദിവസത്തെ ചർച്ചയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇത് ഇന്നത്തോടെ അത് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ 24-ാമത്തെ സൂറത്ത് നൂറിന്റെ പഠനം ആരംഭിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ
സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.